അസ്സലാമു അലൈക്കും. സൂറത്ത് ഷുആറയിലെ 214 ആയത്തായ അൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, നിന്റെ ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക എന്ന ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ച് സഫാ കുന്നിൻ്റെ മുകളിൽ വെച്ച് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. അവിടെ വെച്ച് നബി തങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയാണ് ഒരു ആയത്ത് ഇറങ്ങിയതിനു ശേഷം ശേഷമാണ് ഈ സഫാ കുന്നിന് മുകളിൽ വെച്ച് അവരുടെ കുടുംബങ്ങളെ എല്ലാവരും വിളിച്ച് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായിട്ട് പറഞ്ഞു, അള്ളാഹു ഏകനാണ്, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി താക്കീത് നൽകാൻ അയക്കപ്പെട്ട ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂലഹബ് നബി തങ്ങളുടെ കൈ കുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞു, നിനക്ക് നാശം, ജീവിതം മുഴുവൻ നിനക്ക് നാശം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരോടായിട്ട് പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഇവൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടിയത്, ഇവൻ കള്ളനാണ്, ഇവൻ കളവാണ് പറയുന്നത്, ഇവൻക്ക് നാശമാണ് എന്നൊക്കെ ഒരു ശാപവാക്കിനാൽ നബി തങ്ങളെ തളർത്തി, നബി തങ്ങളെ പരിഹസിച്ച് അവഹേളിച്ച് പോവുകയുണ്ടായി. ആ ഒരു സമയത്ത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ ലഹബ്, സൂറത്തുൽ മസദ്. ആ സൂറത്തിൽ അള്ളാഹു തആല പറയുന്നത് ഈ പറയുന്ന അബൂലഹബിനെ കുറിച്ചാണ്, അബൂലഹബിൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ആ സൂറത്തിൽ മുഴുവനായിട്ടും പറയുന്നത്. ഇപ്പോൾ അബൂലഹബ്, അബൂ ത്വാലിബ്, ഇത് രണ്ടുപേരും ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്ന രണ്ടു പേരായിരുന്നു. പക്ഷേ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ മരിക്കുവോളം നബി തങ്ങളെ നല്ല വാത്സല്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി വളർത്തിയ ആളായിരുന്നു. പക്ഷേ ഷിർക്കിൽ തന്നെ ഉറച്ചു നിന്നു. എന്നിരുന്നാൽ പോലും നബി തങ്ങളെ സഹായിച്ച എല്ലാത്തിനും, മരിക്കുവോളം എല്ലാത്തിനും കൂട്ടുനിന്ന എല്ലാത്തിനും നല്ല വാത്സല്യത്തോടു കൂടി പരിചരിച്ചൊരു ആളായിരുന്നു അബൂ ത്വാലിബ്. പക്ഷേ അബൂലഹബ് ആവട്ടെ സ്വന്തം സഹോദര പുത്രനായിരുന്നിട്ട് പോലും നബി തങ്ങളെ ജീവിത മുഴുവൻ, അതായത് അയാളുടെ ജീവിതാവസാനം വരെ നബി തങ്ങൾക്കെതിരിൽ നിന്ന് നബി തങ്ങളെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഉപദ്രവിച്ചും ആക്രമിച്ചും പരിഹസിച്ചും അവഹേളിച്ചും എല്ലാ തരത്തിലും നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ അയാളുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ ശപിച്ചത്. ഖുർആനിൽ ഒരുപാട് മുശ്രിക്കുകളെ പേരെടുക്കാതെ ശിക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശപിച്ചിട്ടുണ്ട്. പക്ഷേ പേരെടുത്ത് പറഞ്ഞ് ശപിച്ച ഒരു വ്യക്തി അബൂലഹബ് മാത്രമാണ്. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്നാണ് പേര്. അബൂലഹബിനൊന്നിച്ച് കൂടി അബൂലഹബ് എന്തൊക്കെ ബുദ്ധിമുട്ട് നബി തങ്ങൾക്ക് നേരെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അനുകൂലമായി, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ നബി തങ്ങൾ ഉപദ്രവിച്ചൊരു വ്യക്തിയാണ് അബൂലഹബിൻ്റെ ഭാര്യ. നബി തങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഏഷണി പറഞ്ഞും ആൾക്കാരുടെ മുമ്പിൽ ഏഷണി പരദൂഷണം പറഞ്ഞു നടന്നും, നബി തങ്ങൾ എവിടെ പോകുന്നുണ്ടോ അവിടെയൊക്കെ വഴിമുടക്കിയും അവിടെ ഭണ്ഡാരത്തിൽ ഒരു മുള്ളൊക്കെയുള്ള അല്ലെങ്കിൽ വഴി തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അബൂലഹബിൻ്റെ ഭാര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ അബൂലഹബിൻ്റെ ഭാര്യയെക്കുറിച്ചും ആ ഭാര്യയെ നശിക്കും അല്ലെങ്കിൽ നരകാഗ്നിയിൽ എരിഞ്ഞടയും എന്നുള്ള അല്ലാഹു പറഞ്ഞത്. നമുക്ക് ആ ഖുർആൻ ആ ഒരു സൂറത്ത് നോക്കാം, സൂറത്തുൽ ലഹബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ, അവൻ ശാപമടഞ്ഞു കഴിഞ്ഞു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവന് അവൻ്റെ ധനവും അവൻ സമ്പാദിച്ചു വെച്ചതൊന്നും അവൻക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വാലയുള്ള ഒരു അഗ്നിയിൽ, അതായത് നരകത്തിൽ അവൻ വഴിയെ കടന്നരിയും. വംറഅതുഹു ഹമ്മാലത്തുൽ ഹത്വബ്, അവൻ മാത്രമല്ല അവൻ്റെ ഭാര്യയും, അതായത് വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും നരകാഗ്നിയിൽ കടന്നിരിക്കും. വിറക് ചുമട്ടുകാരി എന്ന് വിശേഷിപ്പിച്ചത് രണ്ടർത്ഥത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് ഏഷണിക്കാരി എന്ന അർത്ഥത്തിലും, അതല്ലെങ്കിൽ നബി തങ്ങളുടെ വഴിമുടക്കിയത് ഓരോ മുള്ളും കല്ലും ആ ഒരു രീതിയിൽ ഒരു വഴിമുടക്കിയ കാരണത്താലാണ് വിറക് ചുമട്ടുകാരി എന്നും പറയുന്നുണ്ട്. ഫീ ജിദിഹാ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഈന്തനാരിനാൽ പിരിച്ച ഒരു ചൂടിക്കയർ കൂടി ഉണ്ടായിരിക്കും. ആ നരകത്തിലുള്ള കാര്യമാണ് പറയുന്നത്. നരകത്തിൽ അവളുടെ കഴുത്തിൽ ഈന്തനാരിനാൽ പിരിച്ചൊരു ചൂടിക്കയറും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇവിടെ നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചത് അതുപോലെ തന്നെ അവിടെ നരകത്തിൽ ആ രീതിയിൽ തന്നെ ശിക്ഷ അനുഭവിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഒരു സൂറത്ത് ഇറങ്ങിയത് അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടപ്പോൾ തന്നെയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ശാപവാക്കാൽ തന്നെ അബൂലഹബിൻ്റെ മകൻ ഒരു സിംഹത്തിനിരയായി. മാത്രമല്ല അബൂലഹബാവട്ടെ ഒരു വസൂരി പിടിപെട്ട് ദേഹം മുഴുവൻ ദുർഗന്ധമായി
ശവസംസ്കാരത്തിന് പോലും ആളെ കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിയാണ് അതിനുശേഷം ജീവിച്ച് മരിച്ചത്. പരലോകത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. മാത്രമല്ല അവൻ ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല. അവൻ്റെ ധനവും അവൻ്റെ മക്കളും അവന് ഉപകാരപ്പെട്ടിട്ടുമില്ല. ഈ ഒരു സൂറത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നിട്ട് പോലും അവർ നബിക്ക് എതിരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായിരുന്നിട്ട് പോലും അല്ലാഹു തആല ഖുർആനിൽ തന്നെ പേരെടുത്ത് ശപിച്ച് എന്ന് പറയുമ്പോൾ പ്രവാചക ദൗത്യത്തെ എതിർത്ത ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് നാശം എന്നാണ് അള്ളാഹുവിൻ്റെ ശാപം. ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് സൂറത്തുൻ നസ്ർ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും.